Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ കാർത്തിക. അപ്പൊ SSLCയുടെ പരീക്ഷാഫലം വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ലൈവ് ഒക്കെ പോയായിരുന്നു. അപ്പൊ ആ ലൈവിൽ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഇവിടെ പഠിച്ച എല്ലാവരും വന്ന് അവർക്ക് 9A+ഉം ഒരേയും ഫുൾ A+ഉം വീട്ടിലെല്ലാവരും ഹാപ്പിയാണ് എന്നങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചായിരുന്നു. സോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ പരീക്ഷയ്ക്ക് ശേഷം ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതായത് SSLCയുടെ റിസൾട്ട് വന്നു, എനിക്ക് ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് നല്ല മാർക്ക്, അതായത് ഫുൾ A+ ഉണ്ട്, 9A+ വരെയുണ്ട്, 8A+ ഉണ്ട്, അങ്ങനെ നല്ല നല്ല മാർക്കുകളായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ ചില കൂട്ടുകാർക്ക് മാത്രം എന്തൊക്കെയോ കാരണം കൊണ്ട് ചില പരീക്ഷകളൊന്നും, മാത്സ് പോലെയുള്ള വിഷയങ്ങൾക്കൊന്നും പാസ്സാവാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം പിന്നെ ചിലവർക്ക് പ്രതീക്ഷിച്ച് അത്രയും മാർക്ക് കിട്ടിയില്ല. മിസ്സേ ഞാൻ നന്നായിട്ട് എഴുതിയിരുന്നു, പ്രതീക്ഷിച്ച് അത്രയും മാർക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ്, അതായത് നമ്മുടെ CC Plus എന്ന് പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് പേരൻസ് ഒക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനെ നമുക്കൊരു റീവാലുവേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സേവ് പരീക്ഷ എഴുതണം എന്നുണ്ടെങ്കിൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് അറിയാമോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ പല പ്ലാറ്റ്ഫോമുകളിൽ ഇൻസ്റ്റയിലൊക്കെ വന്ന് പാരന്റ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. SSLCയുടെ റിസൾട്ട് വന്ന ശേഷം എങ്ങനെയെല്ലാമാണ് നിങ്ങൾക്ക് റീവാലുവേഷനും സേവ് പരീക്ഷയ്ക്കും ഒക്കെ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കുന്നത്. അത് മാത്രമല്ല, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇനി പാസ് ആയവർക്ക് +1 അഡ്മിഷൻ ആയിട്ടുള്ള ഏകജാലക സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഈ 3 കാര്യങ്ങളുമാണ്. അപ്പൊ ഈ മാർക്ക് കുറഞ്ഞു പോയവർക്കും അല്ലെങ്കിൽ പാസ് ആയവർക്കും ഒക്കെ എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് കാര്യങ്ങൾ നോക്കിയേക്കാം. അപ്പം ഈ പറയുന്ന റീവാലുവേഷന്റെ കാര്യം നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. കാരണം ഒരുപാട് പേർക്ക് പ്രതീക്ഷിച്ച അത്രയും മാർക്ക് കിട്ടിയില്ല. അപ്പൊ റീവാലുവേഷന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളോട് ചോദിച്ചിരുന്നു. പുനർമൂല്യനിർണ്ണയം, അതായത് റീവാലുവേഷന്റെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള സൈറ്റ് ഇപ്പൊ ഓൾറെഡി ഓപ്പൺ ആണ്. മെയ് 16 മുതൽ, അത് ശനിയാഴ്ച മുതൽ 21 വരെയാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ, 21 വരെ ഈ ആപ്ലിക്കേഷൻ അയക്കാനായിട്ടുള്ള പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. ശ്രദ്ധിക്കുക, നിങ്ങളിപ്പം അക്ഷയ കേന്ദ്രങ്ങളൊക്കെ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. എന്നിരുന്നാൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം നിങ്ങളാണ് പോയി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. മിക്കപ്പോഴും കൂട്ടുകാരെല്ലാവരും കൂടി പോയി ആയിരിക്കും ചെയ്യാനായിട്ട് സാധ്യത. അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ SSLCexam.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് ഈ പറയുന്ന റീവാലുവേഷന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. 16 മുതൽ 21 വരെ ഈ പറയുന്ന പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണോ റീവാലുവേഷൻ കൊടുക്കുന്നത് ആ രീതിയിൽ ആപ്ലിക്കേഷൻ എല്ലാം വച്ചതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ അയച്ച പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടും. ആ പ്രിന്റ് ഔട്ട് നിങ്ങൾ ആരെ ഏൽപ്പിക്കണം? നിങ്ങളുടെ പ്രധാന അധ്യാപകനെ, അതായത് ഏത് സെന്ററിലാണോ നിങ്ങൾ പരീക്ഷ എഴുതിയത് ആ സെന്ററിൽ, മിക്കവാറും അവരവരുടെ സ്കൂളിൽ തന്നെ ആയിരിക്കും നിങ്ങൾ എക്സാം എഴുതിയത് അല്ലേ. അപ്പൊ ആ സെന്ററിലെ പ്രധാന അധ്യാപകന്, അതായത് ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പളോ ആരാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഏൽപ്പിക്കണം. അദ്ദേഹം അത് എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്തിട്ട് 22 മുന്നേ അതിന്റെ ആപ്ലിക്കേഷൻ അയക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിന്റെ അപേക്ഷാ ഫീസ്, ഓരോ പേപ്പറിനും എത്രയാണ് അപേക്ഷാ ഫീസ് എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, അതായത് മൂല്യനിർണ്ണയത്തിന്, അതായത് റീവാലുവേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിന് 400 രൂപ വെച്ചാവും. അതായത് ഇപ്പൊ മാത്സ് മാത്രമേ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 400 രൂപ. ഇനി അതല്ല, മാത്സും മലയാളവും കൊടുക്കുന്നുണ്ടെന്ന് വെച്ചോ, അപ്പൊ എത്രയായി? 400 + 400 800 രൂപ. അപ്പൊ ഓരോ പേപ്പറിനും 400 രൂപ വെച്ചാണ് റീവാലുവേഷന് വരുന്നത്. ഇനി ഈ പറയുന്ന റീവാലുവേഷൻ മാത്രമല്ല, നിങ്ങൾക്കറിയാം അല്ലെ, അതായത് സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് മാർക്ക് കൂട്ടി നോക്കുന്ന പരിപാടിയാണ്. അതായത് ഇൻ കേസ് ഈ പേപ്പർ വാല്യൂ ചെയ്ത ആള് മാർക്ക് കൂട്ടി നോക്കിയ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ കൂട്ടിയതിൽ എന്തെങ്കിലും തെറ്റാണോ, അതാണ് നിങ്ങളുടെ സംശയം എന്നുണ്ടെങ്കിൽ അതിന് സ്ക്രൂട്ടിനിക്കും വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിന് ഒരു പേപ്പറിന് 50 രൂപ വെച്ചാണ് കേട്ടോ ആവുന്നത്. പിന്നെ ഈ പറയുന്ന പേപ്പറിന്റെ ഫോട്ടോ കോപ്പി എടുപ്പിക്കാനായിട്ട്, നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടും. അത് എടുപ്പിക്കാനായിട്ട് ഏകദേശം 200 രൂപയാണ്. ഈ രീതിയിലാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്.
ആ ഫീസ് അടച്ച കാര്യങ്ങളും എല്ലാം ആയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രധാന അധ്യാപകനെ മറക്കരുത്. അപേക്ഷ അയച്ചിട്ട് അത് അവിടെ വെച്ച് നിർത്തുവല്ല വേണ്ടത്. സാധാരണഗതിയിൽ അപേക്ഷ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതായല്ലോ. പക്ഷെ അതിന്റെ കോപ്പി നിങ്ങൾ എവിടെ എത്തിക്കണം? പ്രധാന അധ്യാപകന്റെ അടുത്ത് എത്തിക്കണം. അദ്ദേഹമായിരിക്കും ഇത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം 21-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഹെഡ് മാസ്റ്ററിന് 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുന്നേ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇനി ഈ പറയുന്ന താമസിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്. കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാം കേട്ടോ. അപ്പൊ ഓരോ പേപ്പറിന് എത്ര രൂപയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്ന പേപ്പറുകളുടെ സ്ക്രൂട്ടിനിക്ക് വേണ്ടി പ്രത്യേക അപേക്ഷ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. അതായത് ഈ പറയുന്ന റീവാലുവേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ സ്ക്രൂട്ടിനിക്ക് വേണ്ടി വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം റീവാലുവേഷൻ മീൻസ് എൻ്റയർ പേപ്പർ അവർ ഒന്നോടെ നോക്കുകയാണ്. അപ്പം വീണ്ടും അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ പ്രഥമ അധ്യാപകന് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ പറയുന്ന ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും കാര്യങ്ങളും ഫീസ് പണവും എല്ലാം കൂടെ ആരെ ഏൽപ്പിക്കണം? നിങ്ങളുടെ ഹെഡ് മാസ്റ്ററിനെ ഏൽപ്പിക്കണം. അദ്ദേഹമായിരിക്കും ഇത് ഫൈനലി കൺഫേം ചെയ്യുന്നത് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റീവാലുവേഷന്റെ കേസിൽ നോക്കാനായിട്ടുള്ളത്. ഇനി നോക്കിക്കേ, എല്ലാവരും ഈ പറയുന്ന 8A+ന്റെയും 9A+ന്റെയും 10A+ന്റെയും ഒക്കെ കഥ പറഞ്ഞപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും പരീക്ഷയിലൊക്കെ തോറ്റുപോയ കുഞ്ഞുങ്ങളും ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ഞങ്ങൾ ഇനി എന്താ ചെയ്യുന്ന മിസ്സേ, ഞങ്ങൾക്ക് ഒരു പേപ്പർ കിട്ടിയില്ല, ഇത്ര മാർക്കിന് ഒരു പേപ്പർ ഞങ്ങൾ പാസ്സായില്ല, എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെ എന്തെങ്കിലും ആ സമയത്ത് എക്സാമിന്റെ സമയത്ത് ഒരു സാഹചര്യം കൊണ്ടൊക്കെയോ സംഭവിച്ചു പോയതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തുണ്ട്? സേ പരീക്ഷ എഴുതാം. അപ്പൊ ഈ സേ പരീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിന് ഈ പറയുന്ന സേ പരീക്ഷയുണ്ട്. അതായത് SSLC പരീക്ഷയിൽ പരാജയപ്പെട്ടവർക്ക് സേ പരീക്ഷ എഴുതാനായിട്ട് പറ്റും. ഈ പരീക്ഷ എപ്പോൾ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ജൂൺ ആദ്യ വാരമായിരിക്കും ഈ പറയുന്ന പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. മാക്സിമം ഒരു 3 സബ്ജക്റ്റ് വരെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. 3 കൂടുതൽ തോറ്റിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. 1 2 ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ 3 വിഷയങ്ങൾ വരെ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതിയെടുക്കാം. അപ്പം അങ്ങനെ സേ പരീക്ഷ എഴുതണം എന്നൊക്കെ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ സമയം കളയാനില്ല. ഇപ്പൊ തന്നെ മെയ് പകുതിയായി കേട്ടോ. ജൂൺ ആദ്യ വാരം ഈ പരീക്ഷ കാണും. അന്നേരത്തേക്കും അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളും എല്ലാം വരും. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. മാത്സ് ആണോ നിങ്ങൾ തോറ്റു പോയത്? ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഈ പറയുന്ന മാത്സില് ഏത് പോർഷൻ ആണ് നിങ്ങൾക്ക് ഏതായിരുന്നു പഠിച്ചെടുക്കാൻ പാടുള്ളത്? ടീച്ചേഴ്സിനെ ഒക്കെ വിളിച്ച് ചോദിക്കുക. അല്ലാതെ നമ്മളെ വിളിച്ച് ചോദിച്ചോ? നമ്മൾ ഇവിടെ 1-to-1 ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. മിസ്സേ, ഞാൻ ഏത് പോർഷൻസ് ഒക്കെ ഇനി പഠിച്ചെടുത്താലായിരിക്കും എനിക്ക് നന്നായിട്ട് ഒന്ന് പരീക്ഷ സേ എഴുതി പാസ്സാവാൻ പറ്റുന്നതെന്നൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം സേ പരീക്ഷയുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കി. ഇനി നോക്കിക്കേ, ഇനിയാണ് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ അല്ലേ, അതായത് ഒരുപാട് കുട്ടികൾ നല്ല മാർക്ക് മേടിച്ചു പാസ്സായിട്ടുണ്ട്. ഉദ്ദേശിച്ചാലും കൂടുതൽ മാർക്ക് നേടിയവർ എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നുന്നു 30,000-ഓളം കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ ഒരു പരീക്ഷയായിരുന്നു ഈ കഴിഞ്ഞ SSLC പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്താണ് അടുത്തത്? +1ന്റെ പ്രവേശനമാണ് അല്ലെ. നമ്മൾ റിസൾട്ട് വന്ന സമയത്ത് ഓൾറെഡി ഒന്ന് പറഞ്ഞു പോയതാണ്. എന്താണ് ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ആ വീഡിയോയിൽ. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പിറ്റേ ദിവസം തന്നെ ഈ പറയുന്ന +1ന്റെ ആപ്ലിക്കേഷൻ ഉള്ളത് വരും നമ്മൾ ഓർത്തേ ഇല്ല. എനിവേ, +1 പ്രവേശനത്തിനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷ 25-ാം തീയതി മുതൽ, ഓക്കെ, അതായത് ഈ പറയുന്ന മെയ് മാസം 25-ാം തീയതി മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹയർ സെക്കൻഡറിയിൽ നിലവിൽ ഇത്രയും വേക്കൻസികൾ ഈ പറയുന്ന ഹയർ സെക്കൻഡറി VHSC അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് തിരിച്ച് എത്ര വേക്കൻസികൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാലും നമ്മൾ ആ ഡേറ്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ലാസ്റ്റത്തേക്ക് കൊണ്ടുവയ്ക്കരുത്. 25-ാം തീയതിയാണ് ഈ പറയുന്ന പ്രവേശനം, അതായത് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ തന്നെ കൃത്യമായിട്ട് പരീക്ഷ പാസ്സായവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യ വാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം 25-ാം തീയതി എന്നുള്ള ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതിന് മുന്നത്തെ നമ്മുടെ SSLC റിസൾട്ട് വന്നത്തെ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്, ഇതും അക്ഷയ ത്രൂ തന്നെ ആയിരിക്കും. ഹയർ സെക്കൻഡറിയുടെ പോർട്ടൽ വഴി ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ അത് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ഏത് സ്ട്രീമാണ് നിങ്ങൾ എടുക്കുന്നത്, ഏതൊക്കെ സ്കൂളുകളാണ് നിങ്ങൾ ഓപ്ഷൻ ആയിട്ട് വയ്ക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട്
ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. അതിനുശേഷം ഈ പറയുന്ന ട്രയൽ അലോട്ട്മെന്റ്, അതായത് നിങ്ങൾക്ക് ആദ്യം ഈ പറയുന്ന പോലെ എന്താണ് സ്കൂൾ ഓപ്ഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഒരു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ വെച്ചിരിക്കുന്ന പ്രയോറിറ്റിയിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന സ്കൂൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സെക്കൻഡ് പ്രയോറിറ്റി വെച്ചിരിക്കുന്ന സ്കൂളാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായി അവിടെ ചേർന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി സ്കൂൾ കിട്ടാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിനും തേർഡ് അലോട്ട്മെന്റിനും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് പറയുന്ന കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഒന്ന് നോക്കിക്കേ, കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കുമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? റീവാലുവേഷൻ. അതായത് ഏതെങ്കിലും SLC പരീക്ഷയ്ക്ക് ശേഷം ഏതെങ്കിലും പേപ്പർ നിങ്ങൾക്ക് റീവാല്യൂ ചെയ്യാൻ കൊടുക്കണം എന്ന്, അല്ലെങ്കിൽ സ്ക്രൂട്ടിനി ചെയ്യാൻ, മാർക്ക് എണ്ണി നോക്കുന്ന കാര്യമാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. അത് കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മെയ് 16 മുതൽ 21 വരെയാണ് അതിന്റെ സമയം. അപേക്ഷ അയച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ പ്രിന്റ് ഔട്ടും ഫീസും മസ്റ്റ് ആയിട്ടും എവിടെ എത്തിക്കണം? നിങ്ങളുടെ ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത്, പ്രധാന അധ്യാപകന്റെ അടുത്ത് എത്തിക്കണം. ഏത് സെന്ററിലാണോ പരീക്ഷ എഴുതിയത്. കാരണം 22 മുന്നേ തന്നെ അദ്ദേഹത്തിന് അത് കൺഫേം ചെയ്യാനുള്ളത് കൊണ്ടാണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഓരോന്നിനുള്ള ഫീസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നു. ദെൻ സേ പരീക്ഷ, അതായത് ഏതെങ്കിലും പരീക്ഷയിൽ തോറ്റുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എഴുതാനായിട്ടുള്ള അവസരം ജൂൺ ആദ്യവാരം ഉണ്ട്. 3 പേപ്പർ വരെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവര് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പിന്നെ +1 പ്രവേശനമാണ് നമ്മൾ പറഞ്ഞത്. ഓൺലൈൻ അപേക്ഷ 25 മുതൽ ആരംഭിക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും ഈ അവസാനം ഈ പറയുന്ന ബോർഡ് എക്സാം എഴുതിയതിനു ശേഷം ഇതുപോലെ റീവാലുവേഷനും സ്ക്രൂട്ടിനിക്കും ഒക്കെ ആയിട്ട് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലേ, എന്തെങ്കിലും സാഹചര്യം കൊണ്ട് സംഭവിച്ചതായിരിക്കും. എന്താന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ എക്സാം ചില കുട്ടികൾക്ക് പാടായത് കൊണ്ടാകാം. എന്നിരുന്നാൽ പോലും ഇനി നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? അടുത്ത പറയുന്ന 10ാം ക്ലാസ്സിലോട്ട് വരുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊന്നും ലാസ്റ്റ് നിമിഷത്തേക്ക് ഈ പറയുന്ന റിവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ, അപ്പൊ കണ്ടില്ലേ ഒരു പേപ്പറിന് തന്നെ 400+ rupees നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ പറയുന്ന അവസാനത്തേക്ക് വച്ചുകൊണ്ടിരിക്കാതെ ഇപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന റിസൾട്ടിന് ശേഷം റീവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് അടുത്ത സ്റ്റെപ്പ് +1 അഡ്മിഷൻ മാത്രമായിട്ട് റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. നിങ്ങൾ 10ാം ക്ലാസ്സിലാണ്. അതിനായിട്ട് നമ്മുടെ CC Plusൽ 1-to-1 ട്യൂഷൻസ് അവൈലബിൾ ആണ്. ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് പാട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാത്സ് ആണോ വിഷമം, അല്ലെങ്കിൽ സയൻസ് ആണോ വിഷമം, ചില ചാപ്റ്റേഴ്സ് മാത്രമേ എനിക്ക് പാടുള്ളൂ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ 9496949929 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ഇനി നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പുകൾ, അതുപോലെ ഇതുപോലെയുള്ള അപ്ഡേഷൻസ്, വീഡിയോസിന്റെ അപ്ഡേഷൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കുക. അത് ത്രൂ ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ആപ്പ്, അതായത് നിങ്ങൾ ഈ പറയുന്ന നവോദയ, സൈനിക് സ്കൂൾ പോലെയുള്ള മത്സര പരീക്ഷയ്ക്കൊക്കെ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിയോ ആരെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് ഇവിടെ റൺ ചെയ്യുന്നത് എന്നുള്ള ഡെമോ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ കയറി കാണാനായിട്ട് സാധിക്കും. അതിന് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പൊ സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം CC Plus.